ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലു ആൻഡ് എൻജോസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഹൈസൻ റിട്രീറ്റിലേക്കാണ്. നല്ലൊരു ബുഫേ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കഫേ 86 എന്നുള്ളതും അവിടെ ഒരുപാട് നല്ല പോസിറ്റീവ് റിവ്യൂസ് ഉള്ള ഒരു കഫേയാണ്. ഐസനിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ കഫേ 86 ഉള്ളത്. അവിടെ ഒരുപാട് കോംബോ ഓഫേഴ്സ് റണ്ണിങ് ആണ്. 199 മുതലാണ് കോംബോ ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു കോഫി അല്ലെങ്കിൽ ഒരു ബിവറേജ് മാത്രം കഴിക്കുന്നതിനേക്കാൾ കോംബോ എടുത്താൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ടേസ്റ്റ് മാത്രമല്ല, പോർഷൻ സൈസ്, പ്രസൻറ്റേഷൻ, ആംബിയൻസ്, സർവീസ്, ഈ 4 കാര്യങ്ങളും കൂടി നോക്കിയാണ് ഒരു കഫേനെ നമ്മൾ വിലയിരുത്താറുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു കഫേയാണ്. അതിൻ്റെ നേരെ എതിർ സൈഡായിട്ട് തന്നെ റൂംസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിൽ തന്നെ പല ഹാൾസ് ഉണ്ട്. അവിടെ ചിലപ്പോൾ വെഡ്ഡിങ് ഉണ്ടാവും, പാർട്ടി ഉണ്ടാകും, ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടൊക്കെ ഓരോരോ സെക്ഷൻസായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ദർബാർ, അക്ബർ, മുഗൾ, ബെൻഹർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്ന് ബുഫേ കഴിക്കുന്നത് ബെൻഹർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഹൈസനിലെ ബെൻഹർ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് തന്നെ വളരെ ആകർഷിക്കുന്നതാണ്. ഫാമിലി ആയിട്ട് വരാനും ഫ്രണ്ട്സിൻ്റെ കൂടെ വരാനും പറ്റിയൊരു കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ബുഫേ എന്ന് പറയുമ്പോൾ പലർക്കും ആദ്യം അറിയേണ്ടത് വെറൈറ്റി എങ്ങനെയാണ്, ഫുഡ് ക്വാളിറ്റി എങ്ങനെയാണ്, ടേസ്റ്റ് എങ്ങനെയാണ്, പ്രൈസിന് വാല്യൂ ഉണ്ടോ. ബെൻഹർ റെസ്റ്റോറൻറ്റിൻ്റെ ബുഫേയിൽ ഇന്ത്യൻ ഫ്ലേവേഴ്സിനോടൊപ്പം വെറൈറ്റി ഓഫ് ഡിഷസ് ലഭിക്കുന്ന രീതിയിലാണ് ഡൈനിങ് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം സൺഡേ കസ്റ്റമറാണ്. അതുകൊണ്ടാണ് എനിക്കിത് ഇത്രയും ഭംഗിയായി പറയാൻ പറ്റുന്നത്. ഞാൻ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് അല്ല കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കോഴിക്കോടുള്ള സൺഡേസിലെല്ലാം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന ഒരു പ്ലേസ് കൂടിയാണ്. ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ വളരെ നീറ്റാണ്. ക്വാണ്ടിറ്റി മാത്രമല്ല, ക്വാളിറ്റിക്കും ശ്രദ്ധ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്പെഷ്യലായി പറയേണ്ടത് ഫാമിലി ഡൈനിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു റിലാക്സ് അറ്റ്മോസ്ഫിയർ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വൈസനിലെ ബെൻഹർ റെസ്റ്റോറൻറ്റിലെ ഫാമിലി ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. അവരുടെ വെറൈറ്റി ഫുഡാണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എല്ലാം പ്രധാന പ്ലസ് പോയിൻ്റ് ആണ് കേട്ടോ. അതേസമയം ബുഫേയുടെ കറൻറ്റ് ഉള്ള പ്രൈസ്, അവൈലബിൾ ഡിഷസ്, ഫ്രീ ഫില്ലിംഗ് ടൈമിംഗ് എന്നിവ വിസിറ്റ് ചെയ്യുന്ന ദിവസത്തിനനുസരിച്ച് മാറാൻ സാധ്യതയുള്ളതിനാൽ പോകുന്നതിന് മുമ്പ് ഹോട്ടലിൽ കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ നോർമലി എല്ലാ സൺഡേസിലുമാണ് പോകുന്നത്. അവിടുത്തെ അന്നത്തെ റേറ്റ് പെർ പേഴ്സൺ 549 ആണ്, പ്ലസ് GST ഉണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് വന്നിട്ട് ബില്ല് ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ സൺഡേസിലും വ്യത്യസ്തമായിട്ടുള്ള ബുഫേ ഐറ്റംസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇപ്പോൾ കഴിഞ്ഞ സൺഡേയിലെ ബുഫേ ആയിരിക്കില്ല അടുത്ത സൺഡേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നവർക്കാണെങ്കിലും നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല. പിന്നെ നമ്മൾ ഒരു ബുഫേ എക്സ്പീരിയൻസ് ചെയ്യാൻ കോഴിക്കോട് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സും ഒരു 899 എബവ് ആണ് വരുന്നത്. ഇനി സൺഡേ ആണെങ്കിൽ 1200 മുകളിലാണ് കേട്ടോ ബുഫേ റേഞ്ച് വരുന്നത്. അപ്പോൾ അത്യാവശ്യം എഫോർഡബിൾ ആയിട്ട് ഒരു ബുഫേ എക്സ്പീരിയൻസ് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഐസൻ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരുപാട് ഐറ്റംസ് വളരെ അഫോർഡബിളായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഫുഡിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സൺഡേ വന്നത് ഹണി ഗ്ലേസ് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് അപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ. പിന്നെ കായയും ബീഫും ഉലർത്തിയതുണ്ടായിരുന്നു. പിന്നെ കപ്പയും മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് മോളി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ റൈസ് ഐറ്റംസിൽ നമുക്ക് കൂടുതലും അവിടെ ഉണ്ടാവാറുള്ളത് ഗീ റൈസും അല്ലെങ്കിൽ വെജ് ഫ്രൈഡ് റൈസ്. അന്നത്തെ ദിവസം ഗീ റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നോർമൽ റൈസ്, സാമ്പാർ, പിന്നെ ക്യാബേജ് തോരൻ, അവിയൽ, അങ്ങനെ മുളകിട്ട മീൻകറി, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി ഫുഡ് ഐറ്റംസ് അന്ന് അവൈലബിൾ ആയിരുന്നു. അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ കോഴിക്കോട് ഫുഡ് ലവേഴ്സ്, നിങ്ങൾ ഐസൻ ഹെറിറ്റേജിൻ്റെ ബുഫേ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ഇത്തരം കോഴിക്കോട് ഫുഡ് റിവ്യൂസ്, ന്യൂ പ്ലേസസ്, ഓഫേഴ്സ്, ഫാമിലി ഫ്രണ്ട്ലി ഡൈനിങ് സ്പോട്ട് എന്നിവ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ ഫുഡ് ഡെസ്റ്റിനേഷനും പുതിയ എക്സ്പീരിയൻസും നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. അടുത്തൊരു ഡെലീഷ്യസ് ഫുഡ് ജേർണിയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി ആൻഡ് കീപ് എൻജോയിങ് ഗുഡ് ഫുഡ്. താങ്ക് യു സോ മച്ച്.